രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഓരോ അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത്, മറ്റാരും പറയുന്നതിനേക്കാൾ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ നിലപാട് പറഞ്ഞു. അതായത് ഇക്കാര്യത്തിൽ വളരെ ചിന്തിച്ചെടുത്ത നിലപാടാണ് NSS പറഞ്ഞത്, സുകുമാരൻ നായർ പറഞ്ഞത്. LDFനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നത്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു നിലപാട് മാറ്റത്തിൽ? 9 വർഷമായി തുടരുന്ന പിണക്കമാണ് അദ്ദേഹം മാറ്റിയത്. ആ പിണക്കം മാറ്റാൻ എന്തെങ്കിലും വളരെ പെട്ടെന്ന് നടന്നതായി നമുക്കറിയില്ല. സ്ത്രീ പ്രവേശന വിഷയത്തിൽ LDF യുവതീ പ്രവേശന കാര്യത്തിൽ സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല, കേസുകൾ പിൻവലിച്ചിട്ടില്ല. അങ്ങനെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊരു നിലപാട് മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ സർക്കാരിനെയും LDFനെയും ചേർത്ത് പിടിക്കാൻ സുകുമാരൻ നായർ ഒരുങ്ങുന്നതിന്റെ പിന്നിൽ എന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? സുകുമാരൻ നായരും സർക്കാരും തമ്മിൽ എന്തോ ബിഹൈൻഡ് ദ കർട്ടൻ, അണ്ടർ ദ ടേബിൾ ഇടപാട് നടക്കുന്നുണ്ട്. അത് സുകുമാരൻ നായർക്ക് വ്യക്തിപരമായിട്ട് ഗുണമുള്ള എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ഒരു ലളിത യുക്തിയാണത്, അത്രേ ഉള്ളൂ. പിന്നെ സുകുമാരൻ നായർക്ക് നന്നായിട്ടറിയാം NSSന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട്, അതായത് ജനറൽ സെക്രട്ടറി ഒരു തീരുമാനം എടുത്താൽ അതിനിപ്പോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരയോഗങ്ങളും കരയോഗത്തിന്റെ ആൾക്കാരും ഒക്കെ രഹസ്യമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പിന്തുണച്ചേ പറ്റൂ, മിണ്ടാതിരുന്നേ പറ്റൂ. അതാണ് NSSന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നല്ല വ്യക്തമായിട്ട് സുകുമാരൻ നായർക്ക് അറിയുകയും ചെയ്യാം. ഏതെങ്കിലും ഒരുത്തൻ ഒരു പുരിക വിളക്കി കഴിഞ്ഞാൽ അവനെ പിടിച്ചു പുറത്താക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ, അതിന്റെ സംഭവം അത്രേ ഉള്ളൂ. അത് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് സുകുമാരൻ നായർക്ക് ഈ പറഞ്ഞ പോലെ തന്റെ സ്വന്തം പേഴ്സണൽ അജണ്ടയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇതെല്ലാവർക്കും ചങ്ങനാശ്ശേരിയിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് കഴിയുന്നത് കൊണ്ടാണത്. ശരിയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, ഏതവനാടാ ചോദിക്കാൻ എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് സുകുമാരൻ നായരുടേത്. അത് തന്നെയാണ് കാണുന്നത്. വളരെ വളരെ സിമ്പിളാണത്. അത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. കോൺഗ്രസിനെ പറ്റി അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കള്ളക്കളിയാണ് നടത്തുന്നത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ട്, കോൺഗ്രസിന്റെ കാര്യത്തിൽ കള്ളക്കളി. രണ്ടാമത്തേത് BJPയെ പറ്റിയാണ് വിമർശനം. പലതും ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ സംരക്ഷിക്കാൻ ഭക്തരുടെ സംരക്ഷണത്തിന് നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയായും ഒന്നും ചെയ്തില്ല. അപ്പോൾ തമ്മിൽ ഭേദം. ഇവര് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ്. ഇപ്പുറത്ത് LDFനെ നമ്മൾ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ LDFുമായിട്ട് എന്തോ ഡീൽ ഉണ്ടാക്കി എന്നതിനൊക്കെ അപ്പുറത്ത് സുകുമാരൻ നായരെ സംബന്ധിച്ച് NSSനെ സംബന്ധിച്ച് മറുവശത്ത് എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലെന്നേ, ഇത് പറഞ്ഞല്ലോ. കാര്യം ഇവിടെ ഞാനിപ്പോ ഇവിടെ ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയോ അതിന്റെ താല്പര്യങ്ങളോ അവിടുത്തെ ആചാരങ്ങളോ സംരക്ഷണമോ ഇതൊന്നുമല്ല വിഷയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ അജണ്ടകൾക്ക് അത് NSSന് ഒരു വിഷയമായിരുന്നില്ലേ ശ്രീ ഷാബു പ്രസാദ്? നമ്മൾ 2018 പെരുന്നയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന വിഷ്വൽസ് ഒന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. NSSന് അതൊരു വിഷയമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, ആ സമയത്തെ ജനവികാരം, ആ സമയത്ത് അയ്യപ്പൻ എന്ന് പറയുന്നതും ശബരിമല എന്ന് പറയുന്നതും വലിയൊരു വികാരമാണ്. ആ വികാരത്തിനോടൊപ്പം നിന്ന് പരമാവധി ഗുണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ NSSന്റെ ലക്ഷ്യം. അത് അവരത് വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അവരതിന്റെ കൂടെ നിന്നിട്ടുണ്ട്, അതിന്റെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മളൊന്നും നിഷേധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ ഇദ്ദേഹം എന്താ പറഞ്ഞത്? LDFനെ മാത്രമേ വിശ്വാസമുള്ളൂ, LDF മാത്രമേ എന്തെങ്കിലും. അതെ, LDF മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ചെയ്തിട്ടുള്ളതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേരളത്തില്. 50ഉം 100ഉം കേസുകളുമായിട്ട് ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കുന്നവര് അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവര് LDF ഇതിന്റെ സത്യവാങ്മൂലത്തിന്റെ നിലപാട് തിരുത്തിയിട്ടില്ല. ഇന്നലെ LDFന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമല്ല. അതായത് അവരിപ്പോഴും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. എന്നിട്ടും ഈ സുകുമാരൻ നായർ ഇങ്ങനെ പറയുന്നുവെങ്കിൽ, ആ നിലപാടെടുക്കുന്നുവെങ്കിൽ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. വ്യക്തിപരമായി ഗുണമുണ്ടാകുന്ന കാര്യം മാത്രമാണ്. ഇത് നമുക്ക് എത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത്
BJP ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു, സംഘപരിവാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. ഈ നാട് ഈ കേരളം മുഴുവനും കോടതി കയറി ഇറങ്ങി നടക്കുന്നവരാരാണ്? കെ സുരേന്ദ്രന്റെ പേരിൽ 700 കേസാണ്, അറിയുമോ? 700 കേസ്. അവിടെ ജീവിതകാലമല്ല, അയാളുടെ 4 തലമുറ കോടതി നടക്കാവുന്ന മാത്രം കേസുണ്ട് സുരേന്ദ്രന്റെ പേരിൽ. എന്താണ് അതിന്റെ LDFന്റെ നിലപാട്? അതിന്റെ അകത്ത് എന്താണ് NSSന്റെ നിലപാട്? NSSന്റെ നിലപാടല്ല, സുകുമാരൻ നായരുടെ നിലപാട്. സുകുമാരൻ നായരുടെ ഒരു രീതി അനുസരിച്ച് എന്താണ് NSS എന്ന് പറഞ്ഞാൽ ഞാനാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പൊ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു പ്രതിഷേധം അവിടെ എവിടെയായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന വാചകം ശ്രദ്ധിക്കണം. പ്രതിഷേധം ഉണ്ടായാൽ അത് നേരിടാൻ ഞങ്ങൾക്കറിയാം, എനിക്കറിയാമെന്നല്ല ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത്ര ആത്മവിശ്വാസം ഉണ്ട്, NSS കൂടെ നിൽക്കും അദ്ദേഹം എടുക്കുന്ന ഈ നിലപാടിൽ. നോക്കൂ, NSSന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ നിലപാടെന്ന്, അതാണ് NSSന്റെ നിലപാട്. അല്ലാതെ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ജനാധിപത്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. NSSന്റെ നിലപാടെന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയുടെ നിലപാടാണ്. ശ്രീ ഷാബു പ്രസാദ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരൂ.